ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ബീഫ് കൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏതാണ്ടൊരു ചൈനീസ് ടച്ച് ഉള്ളതാണ്, പക്ഷെ നമ്മൾ സോയാ സോസോ അങ്ങനെ സോസൊന്നും യൂസ് ചെയ്യുന്നില്ല. എങ്ങനെയാണിത് ചെയ്തതെന്ന് നോക്കാം. കുറച്ച് ബീഫ് നമ്മൾ ആദ്യം എടുത്ത് ചെറുതായിട്ട് മുറിച്ചു അതിന് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ക്ലീൻ ചെയ്ത ബീഫ് കുക്കറിലേക്ക് ഇട്ടു. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ പേസ്റ്റ് ചെയ്തത് 1 ടീസ്പൂൺ നമ്മൾ ചേർക്കുവാണ്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മളത് വേവിക്കാൻ വെക്കുവാണ്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് സവോള, ക്യാപ്സിക്കം, പിന്നെ തക്കാളി, പിന്നെ കുറച്ച് ഉള്ളിത്തണ്ട് കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെക്കുവാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും പിന്നെ പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം അരച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ ബാക്കിയിലേക്ക് ഒരു 5-6 ഉണക്കമുളക്, ഒരു ശകലം പഞ്ചസാരയും കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചു വെക്കാൻ പോവുകയാണ്. സവോള, തക്കാളി, ഒനിയൻ, പിന്നെന്താ പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഇറച്ചി വേവിച്ചും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുവാണ്. അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ ആദ്യം സവോള ഇട്ട് കൊടുത്തു. സവോള വഴന്നു വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ച ഉണക്കമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ വിനാഗിരിയും പഞ്ചസാരയും ചേർന്ന ആ ഒരു മിക്സ്ചർ ഇതിലേക്ക് ചേർക്കുവാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ തക്കാളി കൂടി ഇതിലേക്ക് ചേർക്കുന്നു. തക്കാളി വഴന്നു വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ അതിലേക്ക് ചേർത്തു. അതൊന്ന് മൊരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ ബീഫ് കൂടി അതിലേക്ക് ഞാൻ ചേർക്കുവാണ്. ഇനി അത് ഡ്രൈ ആയിട്ടാണെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അതല്ല എങ്കിൽ കുറച്ച് ചാറ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കതൊന്ന് വേവാനായിട്ട് വെക്കാം. ആ തക്കാളിയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ആ ക്യാപ്സിക്കവും ഉള്ളിത്തണ്ടുമൊക്കെ അതിലേക്ക് നമുക്ക് ചേർക്കാം. പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി 1-2 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുറക്കുമ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഒരു പ്രത്യേക രീതിയിലുള്ള നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെ നല്ല കോമ്പിനേഷനാണ്.